നമുക്കിന്ന് സന്തോഷത്തെക്കുറിച്ചാവാം ഇന്നത്തെ ക്ലാസ്. സന്തോഷം മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യവും മാനസിക ശാരീരിക ക്ഷേമത്തിൻ്റെ പ്രധാന ഘടകവുമാണ്. സന്തോഷത്തിൻ്റെ പ്രാധാന്യം ചുരുക്കമായും വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാം. സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഉത്കണ്ഠ, വിഷാദം, സമ്മർദ്ദം എന്നിവയെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് ഞാൻ പറയണതല്ല കേട്ടോ, ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൾട്ട് ഡെവലപ്മെന്റിൽ കാണിക്കുന്നതാണ് ഈ വിവരം. സന്തോഷമുള്ളവർക്ക് മാനസിക സമനില കൂടുതലാണ്. ഉദാഹരണം, ഒരു വ്യക്തി ദിവസവും നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തവും പോസിറ്റീവുമാകുന്നു. ശാരീരിക ആരോഗ്യവും അതുപോലെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം നമുക്കപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും, ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഇതും അതെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ കണ്ടെത്തിയതാണ്. 2019 ഒരു പഠനത്തിൽ പറയുന്നതാണ്. അതുപോലെ പോസിറ്റീവ് മനോഭാവമുള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത 30% കുറവാണെന്ന് പറയുന്നത്. ഉദാഹരണമായി, ഒരു വ്യക്തി സന്തോഷത്തോടെ വ്യായാമം ചെയ്യുമ്പോൾ അവൻ്റെ ഊർജവും ആരോഗ്യവും വർദ്ധിക്കുന്നു. ബന്ധങ്ങളുടെ ഗുണമേന്മ കൂട്ടിയിട്ടുണ്ടെങ്കിലും സന്തോഷം ഉണ്ടാവും. സന്തോഷമുള്ളവർ മറ്റുള്ളവരുമായിട്ട് ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഇത് സാമൂഹിക പിന്തുണ വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണം, ഒരു സുഹൃത്തിൻ്റെ പുഞ്ചിരിയോ പിന്തുണയോ ഒരു മോശം ദിവസത്തെ മാറ്റിമറിക്കാൻ സഹായിക്കും. അതുപോലെ സന്തോഷമുള്ളവർക്ക് ഉൽപാദനക്ഷമത കൂടുതലായിരിക്കും. അവരേത് ജോലിയിലും പഠനത്തിലായാലും ഒക്കെ കൂടുതൽ ഉൽപാദനക്ഷമത കാണിക്കുന്നു. 2017 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്തോഷമുള്ള ജീവനക്കാർ 13% കൂടുതൽ ഉൽപാദനക്ഷമത കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് സന്തോഷമില്ലാത്ത ആളുകൾ അവർ ഉണ്ടാക്കുന്ന ഉൽപാദനക്ഷമതയേക്കാൾ 13% കൂടുതൽ ഉൽപാദനക്ഷമത സന്തോഷമുള്ളവരുണ്ടാക്കുന്നു എന്നാണ് പഠനം പറയുന്നത്. ഉദാഹരണമായിട്ട്, ഒരു ജീവനക്കാരൻ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുകയും ജീവിതത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ലക്ഷ്യമുള്ള ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യവും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരിക്കും. ഇത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കും. ഉദാഹരണമായിട്ട്, ഒരു വ്യക്തി തൻ്റെ ഹോബിയിൽ, അതായത് പാചകമോ എഴുത്തോ ഇനി എന്തെങ്കിലും അവർക്ക് സന്തോഷം തരുന്നൊരു ജോലിയിലാണ് അവർ ഉള്ളത് എങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ സന്തോഷം ഉണ്ടായിരിക്കും. അത് ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. സമൂഹത്തിനുള്ള സംഭാവന നൽകുന്നതും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള പ്രവണത നമുക്കുണ്ടാവും. അത് നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. നമുക്ക് സന്തോഷമുള്ള സമയത്ത് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള പ്രവണത ഉണ്ടാവും, അല്ലെ? നമുക്കൊരു വിഷമമുള്ള സമയമാണെങ്കിൽ മറ്റൊരാൾ സന്തോഷത്തോടു കൂടി നമ്മൾ അടുത്ത് വന്നാൽ തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഇത് സമൂഹത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉദാഹരണമായിട്ട്, ഒരു ചെറിയ ഉദാരപ്രവൃത്തി, ഒരു സംഭാവന കൊടുക്കുന്ന ഒരു ചാരിറ്റി വർക്കൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അയൽവാസിയെ സഹായിക്കുകയാണെങ്കിൽ അത് നമുക്കും സന്തോഷം തരും, അദ്ദേഹത്തിന് സന്തോഷം നൽകും. അതായത് സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഇത് മനസ്സിനും ശരീരത്തിനും ബന്ധങ്ങൾക്കും ശക്തി പകരുന്നു. ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിക്കുക, ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, വലിയ സന്തോഷത്തിലേക്ക് ഇതെല്ലാം നമ്മെ നയിക്കും. താങ്ക് യു.